മഹാത്മാഗാന്ധി കൊല്ലപ്പെടാനുള്ള കാരണം ബിഗ് ബാങ് ആണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയെന്ന് നമ്മൾ പറയുന്ന ഈ ഗോഡ്സെ അദ്ദേഹത്തിന് ആ ഒരു എക്സ്ട്രീമിസ്റ്റ് ആശയം ലഭിച്ചത് മറ്റൊരു വ്യക്തിയിൽ നിന്നാണ്. അങ്ങനെ നമ്മൾ പുറകിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഗോഡ്സെയിൽ നിന്ന് ബിഗ് ബാങ് വരെ എത്തിപ്പെടുന്ന ഒരു ചെയിനിൽ എവിടെയും സ്വതന്ത്രമായി ഒരു ചിന്താ സ്വാതന്ത്ര്യമുള്ള, സ്വതന്ത്ര ഇച്ഛയുള്ള, ഫ്രീ വില്ലുള്ള ഒരു എൻറ്റിറ്റിയും അതിനിടയിൽ എവിടെയും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഗാന്ധിജിയുടെ മരണത്തിൻ്റെ കാരണം അല്ലെങ്കിൽ ഗാന്ധിജി കൊല്ലപ്പെട്ടതിൻ്റെ കാരണം ബിഗ് ബാങ് ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ശാസ്ത്രീയമായ ഇത്രയും നീണ്ടുനിന്ന വിശദീകരണങ്ങൾക്ക് ശേഷവും നാഥുറാം ഗോഡ്സെ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ സ്വന്തമായി എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 7-ാം നൂറ്റാണ്ടിലെയോ 1-ാം നൂറ്റാണ്ടിലെയോ അതിനു മുമ്പുള്ള ഏതെങ്കിലും ഒരു നൂറ്റാണ്ടിലെയോ ഉള്ള അബദ്ധജടിലമായ ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അന്ധവിശ്വാസങ്ങളുടെയോ ഉള്ളിൽ അകപ്പെട്ട് കിടക്കുന്ന, അതിൽ നിന്ന് വിട്ടുമാറാൻ സാധിക്കാത്ത ഒരു മനുഷ്യനാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം നമ്മൾ ഈ കാണുന്ന വസ്തുക്കളിൽ നിന്ന്, ഭൗതികമായ വസ്തുക്കളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അഭൗതികമായ എന്തോ ഒന്ന്, ഇമ്മെറ്റീരിയലായ എന്തോ ഒന്ന് ഈ പ്രപഞ്ചത്തിന് അതീതമായി നിലനിൽക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കാതെ നിങ്ങൾക്ക് നാഥുറാം ഗോഡ്സെ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ സ്വന്തമായെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗാന്ധിജിയെ കൊലപ്പെടുത്തിയത് എന്ന് പറയാൻ സാധിക്കില്ല. എന്തെങ്കിലും തരത്തിലുള്ള ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുകയില്ല. ഇനി അതല്ല, ഗാന്ധിജി കൊല്ലപ്പെട്ട വിഷയത്തിൽ ഗാന്ധിജിയുടെ ശരീരത്തിലേക്ക് തുളച്ചു കയറിയ ബുള്ളറ്റുകൾക്കുള്ള അതേ ഉത്തരവാദിത്തം മാത്രമേ നാഥുറാം ഗോഡ്സെ എന്ന മനുഷ്യനിക്കുമുള്ളൂ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ കൺവിൻസ്ഡ് ആണ്, അല്ലെങ്കിൽ ഈ വീഡിയോ പ്രസൻറ്റേഷനിലൂടെ നിങ്ങൾ കൺവിൻസ്ഡ് ആയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായും ഒരു ഭൗതികവാദിയും ഒരു ശാസ്ത്രമാത്രവാദിയുമായി മാറിക്കഴിഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ തമ്പി സാറിനെ പോലെ ഒരു സാധാ എത്തിയിസ്റ്റോ അല്ലെങ്കിൽ രവിചന്ദ്രൻ സാറിനെ പോലെ ഒരു ബ്ലഡി എത്തിയിസ്റ്റോ ആയി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അവസാനമായി വളരെ ചെറുതും എന്നാൽ വളരെ പ്രാധാന്യമുള്ളതുമായ ഒരു വിഷയം കൂടി പറഞ്ഞിട്ട് ഞാനത് അവസാനിപ്പിക്കാം. ഈ വീഡിയോയിലുടനീളം ഞാൻ ശാസ്ത്രീയമായി അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി തുടങ്ങിയ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യത്തിൽ പറഞ്ഞതുപോലെ മനുഷ്യ ജീവിതത്തെ അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളെ ഒരു മെറ്റീരിയലിസ്റ്റിക് സയൻറ്റിഫിക് വേൾഡ് വ്യൂവിലൂടെ നോക്കിക്കാണാനുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോയിലൂടെ പ്രധാനമായി ഉദ്ദേശിച്ചത്. മെറ്റീരിയലിസം എന്ന് പറയുമ്പോൾ ഭൗതികവാദം, നമ്മുടെ നാട്ടിലുള്ള പ്രമുഖരായിട്ടുള്ള ഏത്തിയിസ്റ്റുകൾ അല്ലെങ്കിൽ ഭൗതികവാദികൾ അല്ലെങ്കിൽ യുക്തിവാദികൾ ഇവരെല്ലാവരും മെറ്റീരിയലിസ്റ്റിക് സയൻറ്റിഫിക് വേൾഡ് വ്യൂ കൊണ്ട് നടക്കുന്ന ആളുകളാണ്. അപ്പോൾ അത്തരത്തിലൊരു വേൾഡ് വ്യൂയിലൂടെ ലോകത്തെ നോക്കി കാണുക എന്നുള്ളൊരു സംഭവമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ മെറ്റീരിയലിസം അല്ലെങ്കിൽ ഭൗതികവാദം എന്ന് പറയുന്നത് ഒരു ഫിലോസഫിക്കൽ സ്റ്റാൻഡാണ്. അത് ബൈ ഡെഫിനിഷൻ നമുക്ക് ശാസ്ത്രീയമായി അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലോസഫിക്കൽ സ്റ്റാൻസ് അല്ല.